നമസ്കാരം. എസ് എ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന വരാഹി അമ്മയെ കുറിച്ചാണ്. വരാഹി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലളിതാംബികയുടെ മറ്റൊരു സ്വരൂപമായിട്ടാണ് വരാഹി അമ്മയെ കാണുന്നത്. വരാഹി അമ്മയെ നിത്യം ഭജിച്ചു വന്നു കഴിഞ്ഞു വെച്ചാൽ ആ വീട്ടിലുള്ള സങ്കടങ്ങൾ ഉണ്ടാവില്ല, ശത്രുദോഷങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയാറുണ്ട്. അസുഖങ്ങൾ വരില്ല എന്ന് പറയും. ഈ വരാഹി അമ്മന്റെ ഫോട്ടോ വെച്ച് ആചരിക്കുന്ന രീതിയില്ല, എങ്കിലും ആ അമ്മ വിളിച്ചു കഴിഞ്ഞാൽ വെളിപ്പുറത്തുണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് നടന്നു കിട്ടും എന്ന് പറയാം. ഇത് പെട്ടെന്ന് നമുക്ക് കുറച്ച് പൈസയ്ക്ക് ആവശ്യമുണ്ട്, പെട്ടെന്ന് തന്നെ നമുക്കൊരു 10,000 രൂപയ്ക്ക് വേണം, അല്ലെങ്കിൽ 20,000 രൂപ വേണം, ഇവിടെ ഒന്നും തിരിയുന്നില്ല, ആരോട് ചോദിച്ചാലും കിട്ടാൻ വഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ വരാഹി മുദ്ര വെച്ചിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ പൈസ നമുക്ക് ആ നിമിഷം തന്നെ ലഭിച്ചു കിട്ടും. അപ്പോൾ അത് വരാഹി മുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് ഒന്നില്ലോ രാവിലെ വൈകിട്ട് നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നോ സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഏത് സ്ഥലത്ത് ഇരുന്നിട്ട് നിങ്ങൾ ഈ വരാഹി മുദ്ര വെച്ചിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. വരാഹി മുദ്ര വെച്ചിട്ട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കും. പെട്ടെന്ന് തന്നെ നമുക്കതിന് ഫലം ഉണ്ടാവുകയും ചെയ്യും. അതേ മുദ്ര വെച്ചിട്ട് അതേ രീതിയിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ 5 മിനിറ്റ് നേരം, ഒരു 5 മിനിറ്റ് നേരം വരാഹി അമ്മന്റെ ആദ്യം ഒരു 9 പ്രാവശ്യം വരാഹി അമ്മന്റെ നാമം ജപിക്കുക. അപ്പോൾ അത് കൂടുതൽ വരാഹി അമ്മനെ ജപിക്കേണ്ടത് വജ്രഘോഷം 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 എന്ന് പറഞ്ഞ് 9 പ്രാവശ്യം അല്ലെങ്കിൽ 11 പ്രാവശ്യം പറയും. എന്നിട്ട് നിങ്ങളുടെ ആവശ്യം പറയുക. നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് നടന്നു കിട്ടേണ്ട കാര്യം പറയുക. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയുമ്പോൾ ഈ മുദ്ര വെച്ചിട്ട് വേണം നമ്മൾ ഈ വജ്രഘോഷം വജ്രഘോഷം എന്ന് പറഞ്ഞിട്ട് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ വരാഹി മുദ്രയാണ് ഞാൻ ഇനി കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഇടത് കൈയിന്മേൽ വലത് കൈ വെച്ച് വേണം ഈ മുദ്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ മുദ്ര വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റിൽ നടന്നു കിട്ടും. വെറുതെയെങ്കിലും നിങ്ങളൊന്ന് ഇത് ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് 100% ഫലമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പണമാണെങ്കിൽ ശരി, വേറെ എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ശരി, ഇത് കൂടുതലും ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് ഇത് കൂടുതലും ചെയ്യുന്നത്. നമ്മളിത് തുടർച്ചയായിട്ട് കുറേ ദിവസങ്ങൾ രാവിലെ നേരത്തെ, അത് സൂര്യോദയത്തിന് മുമ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവശ്യം വെച്ചിട്ട്, അത് നമ്മളൊരു പ്രാർത്ഥന വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100% ഫലമാണ്. ആ പ്രാർത്ഥന ആ ദൈവം കേട്ടിരിക്കും, നിങ്ങൾക്കത് നടത്തി തന്നിരിക്കും. അത് ഏത് പ്രശ്നത്തിന് വേണ്ടിയിട്ടുള്ള പണത്തിനാണെന്നുണ്ടെങ്കിൽ പണം നിങ്ങൾക്ക് വന്ന് ചേർന്നിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.